മന്ത്ലി ഞാൻ 2 ബെഡ്റൂമിനും 1 ബെഡ്റൂമിനും കൊടുത്തുകൊണ്ടിരുന്ന EMI തന്നെയാണ് ഇതിൽ അടച്ചു പോകുന്നത്. ദുബായിൽ ആദ്യം വന്നപ്പോൾ നിന്നൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റില്ല. അന്ന് കൊടുത്തത് എനിക്കൊന്ന് മന്ത്ലി 2000-2500 ദിർഹംസ്. പിന്നെ അത് 1 ബെഡ്റൂമിലോട്ട് മാറിയപ്പോൾ അത് 3000-4000 ഒക്കെ ആയി. പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ പാരൻസും ഒക്കെ വന്നപ്പോൾ ഒരു 2 ബെഡ്റൂം എടുത്തു. പിന്നെ കൊടുത്തത് 5000-6000 ദിർഹംസാണ്. പക്ഷേ ഇപ്പോൾ പഠിത്തം സഹായിച്ചിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള വീട്ടിലാണ് നിൽക്കുന്നതും അവിടെ പഴയ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന എമൗണ്ട് തന്നെയാണ് ഇവിടുത്തെ എൻ്റെ സ്വന്തം വീട്ടിൽ അടവടച്ച് തീർക്കുന്നതും. അപ്പോൾ ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് സാധിച്ചതെന്നൊക്കെ ഉള്ളത്. നമ്മൾ കുറച്ചൊന്ന് ഫിനാൻഷ്യലി ആക്യുറേറ്റ് ആയാൽ മാത്രം മതി നമുക്കും നമ്മുടെ ദുബായിൽ ഇതേപോലത്തെ പ്രൈം ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെ എടുക്കാൻ പറ്റി. ആദ്യം കുറച്ച് ഇനീഷ്യൽ എമൗണ്ട് അടച്ചിട്ട് ബാക്കി വരുന്ന എമൗണ്ടൊക്കെ ഞാൻ മോർഗേജിന് ഇട്ടപ്പോൾ തന്നെ മന്ത്ലി ഞാൻ 2 ബെഡ്റൂമിനും 1 ബെഡ്റൂമിനും കൊടുത്തുകൊണ്ടിരുന്ന EMI തന്നെയാണ് ഇതിൽ അടച്ചു പോകുന്നത്. സോ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൈം ലൊക്കേഷന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും എനിക്കൊരു അപ്ഗ്രേഡോ അല്ലെങ്കിൽ നാട്ടിലോട്ടോ എന്തെങ്കിലും ഷിഫ്റ്റ് ആവണമെങ്കിലും എനിക്കിത് സുഖമായിട്ട് റെൻറ്റിലും പോവും, നല്ലപോലെ ഒരു സേവിങ്സും എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും താഴെ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അവർ വിളിച്ച് നിങ്ങൾക്കും പറഞ്ഞുതരും.